നമസ്കാരം. അടുത്ത കാലത്തായി വായനക്കാർക്കിടയിലും സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയമായി മാറിയ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ആസ്വാദന മികവ് കൊണ്ട് വായനക്കാരെ സ്വാധീനിച്ച നോവലിനെതിരെ നിരവധി അധിക്ഷേപ കമന്റുകളും സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയുടെ മുഴുവൻ പേജുകളും PDF ഫയലാക്കി സൗജന്യമായി വിതരണം ചെയ്യുന്നുവെന്നാണ് നോവലിന്റെ സൃഷ്ടാവ് അഖിൽ പി ധർമ്മജന്റെ ആരോപണം. 2 വർഷമായി ചെന്നൈയിൽ പോയി പഠനത്തോടൊപ്പം ഓരോ കൂലിപ്പണികൾ ചെയ്ത് ജീവിച്ച് അവിടെ നിന്ന് കിട്ടിയ ഓരോ അറിവുകളും അനുഭവങ്ങളും അക്ഷരങ്ങളാക്കി പകർത്തിയ ഒരാളെ തകർക്കാൻ വേറെ എന്താണ് വേണ്ടതെന്നും ഇനി എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അഖിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സൈബർ സെൽ പോലീസിന് നൽകിയ പരാതിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഖിലിന്റെ കുറിപ്പ്. അഖിൽ പി ധർമ്മജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം വിഷമത്തോടെയാണ്. ഈ പോസ്റ്റ് ടൈപ്പ് ചെയ്തിടുന്നതെന്നും ആരെയും ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് താനെന്നും ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലും താൻ ഇടപെടാതെ ഒഴിഞ്ഞുമാറി പോവുകയാണ് ശീലമെന്നും ആരോടും വൈരാഗ്യമോ ദേഷ്യമോ വെക്കാതെ സമാധാനപരമായി ഉറങ്ങാൻ സാധിക്കുക എന്നാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നുവെന്നും അഖിൽ പറഞ്ഞു. അതിനായി നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത ഒരുപാട് പേർ എന്നെ ശത്രുവായി കാണുകയും പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോടും പരാതി പറയാൻ നിന്നിട്ടില്ല. എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവർ ഇതേ കാര്യം ചെയ്തിട്ടും തെളിവ് സഹിതം കിട്ടിയിട്ടും ആരെയും മറ്റുള്ളവരുടെ മുന്നിൽ കാട്ടിക്കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഈ കൂട്ടത്തിൽപ്പെടുന്നവർ എനിക്ക് ചെയ്ത ഉപദ്രവം എൻ്റെ പുതിയ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി മൊത്തത്തിൽ തന്നെ സ്കാൻ ചെയ്ത് PDF ആക്കി ആളുകൾക്ക് ഫ്രീ ആയി വിതരണം ചെയ്യാൻ തുടങ്ങി എന്നതാണ്. ഇങ്ങനെയും പുസ്തക വിൽപ്പന അവസാനിപ്പിക്കുകയും എന്നെ മാനസികമായി തകർക്കുകയും ചെയ്യുന്നതോടെ വിജയിച്ചു എന്ന തോന്നലാവും ഇവർക്കെല്ലാം ഉള്ളത്. ശരിയാണ്, 2 വർഷം ചെന്നൈയിൽ പോയി പഠനത്തോടൊപ്പം ഓരോ കൂലിപ്പണികൾ ചെയ്ത് ജീവിച്ച് അവിടെ നിന്ന് കിട്ടിയ ഓരോ അറിവുകളും അനുഭവങ്ങളും അക്ഷരങ്ങളാക്കി കൂനിക്കൂടിയിരുന്ന് താളുകളിലേക്ക് പകർത്തിയ ഒരുവനെ തകർക്കാൻ വേറെന്ത് വേണം? ഒരു കാര്യം പറയാതെ വയ്യ. എന്ത് മനുഷ്യരാണ് നിങ്ങൾ? അല്പമെങ്കിലും മനസാക്ഷി എന്നോട് കാണിച്ചുകൂടെ? ഞാൻ എന്താണ് ഇതിനു മാത്രം അപരാധം ചെയ്തത്? വഴക്കിനൊട്ടും താല്പര്യമില്ലാത്ത എന്നെ കൊണ്ട് പോലീസിൽ പരാതിപ്പെടേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്തെന്നാൽ എനിക്ക് നേരിൽ അറിയുന്ന ആളുകൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ പോലും ഈ വ്യാജ പതിപ്പ് വന്നിട്ട് അവർ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ അവസരം നൽകി എന്നതാണ്. ഇന്നലെ തുടങ്ങിയതാണ് ഇതെല്ലാം. DC ബുക്സ് കൊടുത്ത പരാതിയിൽ ചിലരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാവട്ടെ ഈ സ്കാൻ ചെയ്ത PDF കോപ്പികൾ ഷെയർ ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കോപ്പിറൈറ്റ് നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ്. വൻ പിഴയും ശിക്ഷയും ലഭിക്കാവുന്ന ഒന്നാണ് എന്ന് പോലും അറിയാത്ത കുറച്ചു പേരാണ്. സൈബർ സെൽ പോലീസ് ടെലഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പോലീസിൽ നിന്നും കോൾ വന്നതിന് എന്നെ വിളിച്ച് എങ്ങനെയെങ്കിലും കേസിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് പലരും പറയുന്നുണ്ട്. എന്നോട് ഇത്രയും വലിയ ഉപദ്രവം ചെയ്തിട്ട് ക്ഷമിക്കണമെന്ന് പറയാൻ എങ്ങനെയാണ് ഇവർക്ക് മനസ്സ് വരുന്നതെന്ന് അറിയില്ല. ഇന്നിപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ കൂടി പരാതി നൽകിയിട്ടുണ്ട്. ദയവായി പുസ്തകത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച് പോലീസ് പിടിച്ച പേരിൽ എന്നെ ആരും വിളിക്കരുതെന്നും എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാനില്ല എന്നും എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അഖിൽ പി ധർമ്മജൻ പ്രതികരിച്ചു.